Hey, hello, Assalamu alaikum. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ഇന്ന് ഞങ്ങൾ മലേഷ്യൻ ട്രിപ്പിൻ്റെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. രാവിലെ 8 മണിയായപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് 9 മണിയാകുമ്പോഴത്തേക്ക് ഞങ്ങളെല്ലാവരും ബസ്സിൽ റെഡി ആയിരുന്നു. മലേഷ്യയുടെ ഐക്കോണിക് സ്ട്രക്ചറായ ട്വിൻ ടവറിലേക്കായിരുന്നു ഞങ്ങൾ ആദ്യം പോയത്. ദൂരേന്ന് കാണുന്ന പോലെയല്ല കേട്ടോ, അതിൻ്റെ അടുത്തേക്ക് എത്തിക്കഴിയുമ്പോഴാണ് ആ സ്ട്രക്ചറിൻ്റെ സൈസും അതിൻ്റെ ഒരു ബ്യൂട്ടിയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുക. അപ്പം നമുക്ക് എൻട്രി എന്ന് പറഞ്ഞത് ഒരു 20 പീപ്പിളുടെ ഒരു ബാച്ച് വൈസ് ആയിട്ടാണ് അവർ നമ്മളെ അതിലേക്ക്, അതായത് സ്കൈ ബ്രിഡ്ജിലേക്കും അതുപോലെ ഒബ്സർവേഷൻ ഡെക്കിലേക്കൊക്കെ നമ്മൾ കൊണ്ടുപോകാം. അങ്ങനെ ആദ്യം നമ്മളെ ഒരു ടൂർ സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ബേസ്മെൻറ്റിലേക്ക് പോയി. നമ്മളെല്ലാവരെയും ലൈനായിട്ട് നിർത്തിയിട്ട് ഈ ആദ്യത്തെ 20 പേർക്ക് ഒരു സെയിം കളർ, അതായത് ഞങ്ങൾക്കൊരു റെഡ് കളർ ബാഡ്ജാണ് തന്നിട്ടുണ്ടായിരുന്നത്. റെഡ് കളർ ബാഡ്ജ് ഇട്ട് ലിഫ്റ്റിൽ ഇതാ നമ്മൾ ആദ്യം പോകുന്നത് സ്കൈ ബ്രിഡ്ജിലേക്കാണ്. LED സ്ക്രീനാണിത്. അങ്ങനെ നമ്മൾ സ്കൈ ബ്രിഡ്ജ് വരുന്നത് 41st ആൻഡ് 42nd ഫ്ലോറിലാണ്. പക്ഷേ 42nd ഫ്ലോറിലേക്ക് നമുക്ക് അലൗഡ് അല്ല. 41st ഫ്ലോറാണ് നമുക്ക് വിസിറ്റ് ചെയ്യാനുള്ള പെർമിഷനുള്ളൂ. അങ്ങനെ അവിടെ കയറി ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള കാഴ്ചകളും ഒരുപാട് ഫോട്ടോസൊക്കെ എടുത്ത് ഞങ്ങൾക്ക് അലൗ ചെയ്ത ടൈം എന്ന് പറഞ്ഞാൽ 10 മിനിറ്റ് ആയിരുന്നു. അങ്ങനെ ആ 10 മിനിറ്റ് ഞങ്ങൾ ഒരുപാട് ഫാമിലി ഫോട്ടോസും ഒരുപാട് മലേഷ്യയുടെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂസൊക്കെ കണ്ടിട്ട് നെക്സ്റ്റ് ഞങ്ങൾ പോയത് 86ാമത്തെ ഫ്ലോറിലുള്ള ഒബ്സർവേഷൻ ഡെക്കിലേക്കാണ് പോയത്. ഇവിടെയും ഇതുപോലെ ഒരുപാട് പെട്രോനാസ് ടവറിൻ്റെ സ്ട്രക്ചേഴ്സും അതുപോലെ മലേഷ്യൻ സിറ്റിയുടെ മോഡൽസും സ്ട്രക്ചേഴ്സും അതുപോലെ നമുക്ക് ഒബ്സർവേറ്ററി ടെലിസ്കോപ്സും അവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഈ 360 ഡിഗ്രിയിലുള്ള വ്യൂ സൂം ചെയ്ത് ആസ്വദിക്കാൻ വേണ്ടി. അങ്ങനെ അടുത്ത ബാച്ചിൻ്റെ ടൈം ആയപ്പോൾ ഞങ്ങളുടെ ബാച്ച് താഴെ ഈ 2 ട്വിൻ ടവറിൻ്റെ ഇടയിലായിട്ട് അവരൊരു വലിയ ഷോപ്പിംഗ് മോൾ കൺസ്ട്രക്ട് ചെയ്തിട്ടുണ്ട്. സുറിയ KLCC എന്നാട്ടോ ഈ ഷോപ്പിംഗ് മോളിൻ്റെ പേര്. പെട്രോനാസ് ടവർ പോലെ തന്നെ അതിൻ്റെ ഇടയ്ക്ക് കൺസ്ട്രക്ട് ചെയ്തിട്ടുള്ള ഈ ഷോപ്പിംഗ് മോളും അത്യാവശ്യം നല്ല വലുപ്പമുണ്ട്. മാത്രമല്ല ഒട്ടുമിക്ക വെൽ നോൺ ബ്രാൻഡഡ് ഷോപ്സും ഈ മോളിൻ്റെ ഉള്ളിലുണ്ട്. പിന്നെ മുകളിൽ വലിയൊരു ഫുഡ് കോർട്ട് ഉണ്ട്, എൻ്റർടൈൻമെൻറ്റ് ഏരിയാസും ഒക്കെ ഉള്ളൊരു കംപ്ലീറ്റ് ഷോപ്പിംഗ് മോളാണ്. അന്ന് ഏകദേശം ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് തിരിച്ച് ഇറങ്ങുമ്പോഴത്തേക്കും 11 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ അന്ന് വെള്ളിയാഴ്ച ആയതുകൊണ്ട് ഞങ്ങളുടെ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞത് ജുമ കൂടാൻ വേണ്ടിയിട്ട് ഒരു പള്ളിയായിരുന്നു. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ചൂസ് ചെയ്തത് ബ്ലൂ മോസ്ക് ആയിരുന്നു. അതായത് സുൽത്താൻ സലാഹുദ്ദീൻ അബ്ദുൽ അസീസ് മോസ്ക് എന്നാണ് ഇതിൻ്റെ പേര്. പക്ഷേ വളരെ കോമൺ ആയിട്ട് അറിയപ്പെടുന്നത് ബ്ലൂ മോസ്ക് എന്നാണ്. ഷാ ആലം എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ ബ്ലൂ മോസ്ക് സ്ഥിതി ചെയ്യുന്നത്. മാത്രമല്ല ഇത് സൗത്ത് ഈസ്റ്റ് ഏഷ്യയിലെ ഒരു സെക്കൻഡ് ലാർജസ്റ്റ് മോസ്ക് കൂടിയാണ്. കാരണം അത്രയും കപ്പാസിറ്റിയുള്ള മോസ്കാണ്. മലൈ ആൻഡ് ഇസ്ലാമിക് ആർക്കിടെക്ചറും കൂടെ യൂസ് ചെയ്തിട്ടാണ് ഈ മോസ്കിൻ്റെ കൺസ്ട്രക്ഷൻ. മാത്രമല്ല ഇവിടുത്തെ കാർപ്പറ്റ്സും അതുപോലെ ഇവിടുത്തെ വിൻഡോസിന് യൂസ് ചെയ്ത ഗ്ലാസും എല്ലാം ബ്ലൂ ടിൻറ്റഡാണ്. ഇത് പള്ളിൻ്റെ ഉള്ളിലേക്ക് വരുന്ന ലൈറ്റിൻ്റെ എമൗണ്ട് കുറയ്ക്കാനും ബ്ലൂ ടിൻറ്റഡ് ലൈറ്റ് കിട്ടാനും വേണ്ടിയിട്ടായിരുന്നു. ഈ മോസ്ക് എന്ന് പറഞ്ഞാൽ ഫുള്ളി കാർപ്പറ്റഡ് ആൻഡ് എയർ കണ്ടീഷൻഡ് ആണ്. അതുപോലെ ഒരുപാട് ഖുറാനിക് വേഴ്സസ് ഈ ഡോമിൻ്റെ ഉള്ളിൽ കാലിഗ്രാഫി. ബ്ലൂ മോസ്കിന് 2 ഫ്ലോർസാണ് വരുന്നത്, ഒരു ഗ്രൗണ്ട് ഫ്ലോറും ഒരു ഫസ്റ്റ് ഫ്ലോറും. ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ്ലി ലേഡീസിനായിട്ടാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഗ്രൗണ്ട് ഫ്ലോർ ജെൻസിൻ്റെ പ്രെയർ ഹാളും അതുപോലെ റിസപ്ഷൻ ഏരിയ, അഡ്മിൻ ഓഫീസസ്, കോൺഫറൻസ് റൂം, ലൈബ്രറി, ലെക്ചർ റൂംസ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഗ്രൗണ്ട് ഫ്ലോറിലാണ് സെറ്റ് ചെയ്തിട്ടുള്ളത്.
അടുത്ത ഡെസ്റ്റിനേഷൻ ഇസ്ലാമിക് ആർട്ട് ഗാലറി ആയിരുന്നു. ഇവിടെ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മക്ക ഹിസ്റ്ററി, മദീന ഹിസ്റ്ററി, ബദർ, ഉഹദ്, ഖന്തക്, അങ്ങനെ എല്ലാ യുദ്ധങ്ങളുടെയും ഹിസ്റ്ററി, അതുപോലെ അതിൻ്റെയൊക്കെ മോഡൽസ്, അങ്ങനെ കുട്ടികൾക്ക് കാണാനും പഠിക്കാനും ആസ്വദിക്കാനും കുറേ മനസ്സിലാക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഞങ്ങൾ പോയത് കോലാലംപൂരിലെ ജലാൻ പത്തിയിലേക്കായിരുന്നു. അതായത് ചൈന ടൗൺ അല്ലെങ്കിൽ ചൈനീസ് മാർക്കറ്റ് എന്നും പറയും. ചൈനീസ് മാർക്കറ്റിൽ പോയെങ്കിലും നമ്മൾ പ്രത്യേകിച്ച് ഷോപ്പിങ്ങോ കാര്യങ്ങളോ ഒന്നും അന്ന് ചെയ്തിട്ടില്ല. അവിടെ നമ്മൾ ഒരുപാട് നല്ല വാലറ്റ്സ്, ഓർണമെൻറ്റ്സ്, ഹാൻഡ് ബാഗ്സ്, ടീഷർട്ട്സ്, ഷൂസസ്, ഡ്രസ്സസ്, സോവനീസ്, അങ്ങനെ ഒരുപാട് സാധനങ്ങൾ, ഇതൊക്കെ നമുക്ക് ബാർഗെയിൻ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഇത് മാത്രമല്ല, പിന്നെ ഇവരുടെ ട്രഡീഷണൽ ആയിട്ടുള്ള ചൈനീസ് ഫുഡ്സ്, അതുപോലെ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫ്രൂട്ട്സ്. അതിലൊരു മെയിൻ ഫ്രൂട്ടാണ് ദൂരിയൻ ചക്ക. ഇത് നോർമൽ ചക്കയാണ്, പക്ഷേ ഇതാണ് നമ്മുടെ ദൂരിയൻ ചക്ക. ഇതിനെക്കുറിച്ച് ഒരുപാട് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഇതിന് ഭയങ്കര സ്മെല്ലാണ്. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഞാൻ പിന്നീട് ഇടാം. അങ്ങനെ ദൂരിയൻ ചക്ക കണ്ട ഒരു എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ഒന്ന് വാങ്ങി ടേസ്റ്റ് ചെയ്ത് നോക്കി. എനിക്ക് അതിൻ്റെ സ്മെല്ലോ ടേസ്റ്റോ വലിയ രീതിയിൽ ഇഷ്ടമായില്ല. അസക്ക് ഭയങ്കര ഇഷ്ടമായി. അസ നല്ലോണം കഴിച്ചു. ഇത് നമുക്ക് ഗ്ലൗസ് ഇട്ടിട്ടാണ് നമുക്കിത് കഴിക്കാൻ തരിക, ഇല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് അതിൻ്റെ സ്മെല്ലൊന്നും പോവില്ല. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ യാത്ര കഴിഞ്ഞ് നമ്മളെല്ലാവരും അത്യാവശ്യം നേരത്തെ തന്നെ തിരിച്ച് റൂമിലേക്ക് മടങ്ങി. ഇത് ഞങ്ങൾ താമസിക്കുന്ന 20th ഫ്ലോർ എന്നുള്ള നൈറ്റ് വ്യൂ ആണ്. അതേ ദിവസത്തെ കുറച്ച് ഫോട്ടോസും ഞാൻ ഈ വീഡിയോൻ്റെ കൂടെ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. അപ്പോൾ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, അതുപോലെ നിങ്ങളുടെ ഫാമിലി, ഫ്രണ്ട്സ് എല്ലാവർക്കും ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഇനിയും മലേഷ്യൻ വിശേഷങ്ങൾ വീഡിയോസായിട്ട് വരുന്നതാണ്. അതിനു വേണ്ടി എല്ലാവരും വെയിറ്റ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ഞാനിടുന്ന വീഡിയോനെ കുറിച്ചുള്ള ഒപ്പീനിയൻസ് എല്ലാം നിങ്ങളെല്ലാവരും കമൻറ്റ് ചെയ്യണം. അപ്പോൾ എല്ലാവരുടെയും കമൻറ്റിനായിട്ട് ഞാൻ വെയിറ്റ് ചെയ്യും. This is Farah signing off. See you. Bye bye. Take care. And Assalamu alaikum.